Hi students, നമ്മുടെ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ് ഓറിഫൈസ് മീറ്ററിലുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ഓറിഫൈസ് മീറ്റർ അപ്പാരറ്റസിലുള്ളതാണ്. ഡിറ്റർമിനേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ത്രൂ ഓറിഫൈസ് മീറ്റർ ആൻഡ് കാലിബ്രേഷൻ ഓഫ് ഓറിഫൈസ് മീറ്റർ. അതിന് വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഓറിഫൈസ്? ഓറിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിലുള്ള ഒരു ചെറിയ സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഓപ്പണിങ്ങിനാണ് ഓറിഫൈസ് എന്ന് പറയുന്നത്. ഓറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. അപ്പം ഇവിടെ പൈപ്പിനകത്തൂടെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പം അവിടെ ഈ പോർഷനിലായിട്ട് ഒരു ചെറിയ ഒരു തിൻ പ്ലേറ്റ് വെച്ചിട്ടുണ്ടാവും. ആ പ്ലേറ്റിൻ്റെ നടുക്ക് ഈ പൈപ്പിൻ്റെ ഡയമീറ്ററിനേക്കാളും സൈസ് കുറഞ്ഞ ഒരു ഹോള് ഉണ്ടാവും. അതാണ് ഓറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓറിഫൈസ് മീറ്റർ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് രണ്ട് പൈപ്പുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പൈപ്പിൽ നമ്മൾ പെർഫോം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ കൂടുതലും താഴത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ കുറവുമാണ്. അപ്പോൾ മുകളിലത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ 25 mm, താഴത്തെ പൈപ്പിൻ്റെ ഡയമീറ്റർ 20 mm ആണ്. അപ്പോൾ ഇവിടെ ഈ 25 mm ഡയമീറ്ററുള്ള പൈപ്പിൻ്റെ ഈ പോർഷനിലായിട്ട് ഒരു ഓറിഫൈസ് പ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓറിഫൈസ് മീറ്റർ. അപ്പോൾ ആ ഓറിഫൈസ് മീറ്ററിന് പൈപ്പിൻ്റെ ഡയമീറ്റർ 25 ഉണ്ടെങ്കിലും പ്ലേറ്റിൻ്റെ ഡയമീറ്റർ 15 mm ഉള്ളൂ. അതുപോലെ താഴത്തെ പൈപ്പാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് 20 ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഈ ഓറിഫൈസിൻ്റെ ഇൻലെറ്റിൽ നിന്നും ഓറിഫൈസിൽ നിന്നും നമ്മൾ പ്രഷർ ടാപ്പ് ചെയ്ത് നമ്മുടെ മാനോമീറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ മാനോമീറ്റർ എന്താണ്? പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ഒരു യൂട്യൂബിൻ്റെ ഷേപ്പിലുള്ള മാനോമീറ്ററാണ്. മെർക്കുറിയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലൂയിഡ്. സോ ദാറ്റ് ഈസ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ. അപ്പോൾ ഈ മാനോമീറ്ററിലേക്ക് നമ്മൾ രണ്ട് പോയിന്റിൽ നിന്ന്, ഏതൊക്കെ പോയിന്റിൽ നിന്ന്? ഇൻലെറ്റിൽ നിന്നും ഓറിഫൈസിൽ നിന്നുമുള്ള രണ്ട് പോയിന്റിൽ നിന്ന് പ്രഷർ ടാപ്പ് ചെയ്ത് നമ്മൾ മാനോമീറ്ററിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ആണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് റേഷ്യോ ബിറ്റ്വീൻ ആക്ച്വൽ ഡിസ്ചാർജ് ടു ദ തിയററ്റിക്കൽ ഡിസ്ചാർജ്. അപ്പം ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൈപ്പിനകത്തൂടെ വരുന്ന വെള്ളം നമ്മളൊരു ടാങ്കിനകത്ത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ടാങ്കിനകത്ത് കളക്ട് ചെയ്തിട്ട് അതിനകത്ത് എത്ര വോളിയം വെള്ളം എത്ര സമയത്തിനുള്ളിൽ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കുന്നു. അപ്പം അതിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ടാങ്കിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുന്നു. ഇപ്പോൾ കളക്റ്റിംഗ് ടാങ്കിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇപ്പോൾ നമ്മൾ 40 ലെങ്ത് ആൻഡ് ഓൾസോ മെഷർ ഇറ്റ്സ് ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് also 40. അപ്പോൾ 40 × 40 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ കളക്റ്റിംഗ് ടാങ്ക്. അപ്പോൾ ഈ ടാങ്കിലേക്ക് വീഴുന്ന വെള്ളം നമ്മൾ വോളിയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് x സെൻറ്റിമീറ്റർ റൈസ് ഓഫ് വാട്ടർ ഇൻ ദ കളക്റ്റിംഗ് ടാങ്ക്. സോ ദാറ്റ് x മേ ബി 5 or 10. അപ്പോൾ എത്ര x എന്നുള്ളത് എടുക്കുന്നു. അപ്പം മേ ബി വാൽവ് ക്ലോസ് ചെയ്യുമ്പം ഈ പിസോമീറ്ററിനകത്തൂടെ വാട്ടറിൻ്റെ ലെവൽ റൈസ് ചെയ്ത് വരും, ടാങ്കിനകത്ത് റൈസ് ചെയ്തതിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ആ വാല്യൂ ഒരു 5 സെൻറ്റിമീറ്റർ റൈസിന് വേണ്ടി എടുക്കുന്ന സമയം എത്രയാണോ ആ സമയം നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നോട്ട് ചെയ്യുന്നു. അപ്പം തിയററ്റിക്കൽ ഡിസ്ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ഓഫ് ദ പൈപ്പ്, then area of the orifice meter, and also there is a pressure difference between two limbs of the manometer, that is H. അപ്പോൾ ഇവിടെ വേരിയേഷൻസ് ആയിട്ട് വരുന്നത് നമുക്ക് പ്രഷറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് മാനോമീറ്ററിൻ്റെ റീഡിംഗ് മാറും. അതുപോലെ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള x സെൻറ്റിമീറ്ററിൻ്റെ റൈസ് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്ന ടൈമും വേരി ചെയ്യും. അപ്പോൾ നമുക്കിവിടെ രണ്ട് പൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഏതെങ്കിലും ഒരു പൈപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വാൽവുകളെല്ലാം ക്ലോസ്ഡ് ആണെന്നുള്ളത് ആദ്യം കൺഫേം ചെയ്യുക. അപ്പോൾ ഈ അറ്റാച്ച്മെൻറ്റോടെ ഒരു റോട്ടാമീറ്ററും കൂടെ ഉണ്ട്. റോട്ടാമീറ്ററിൻ്റെ വാൽവുകളെല്ലാം ക്ലോസ്ഡ് ആണെന്നുള്ളത് കൺഫേം ചെയ്യുക. അപ്പം ഇവിടെ കുറേ വാൽവ് അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പൈപ്പ് മേ ബി 25 or 20, 20യുടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 20 സെൻറ്റിമീറ്ററിൻ്റെ ഓറിഫീസിലും അതുപോലെ ഇൻലെറ്റിലും ഓരോ വാൽവുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. 25ൻ്റെയും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ വാൽവുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എല്ലാം ഫസ്റ്റിലെ ക്ലോസ്ഡ് പൊസിഷൻ ആണെന്ന് കൺഫേം ചെയ്യുക. ക്ലോസ്ഡ് മീൻസ് ഈ പിടിപ്പിച്ചിരിക്കുന്ന വാൽവിൻ്റെ പാരൽ ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓപ്പൺ. ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് പൊസിഷനിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം എല്ലാം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നമ്മൾ 20 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ 20യുടെ മാത്രമേ ഇനി നമ്മൾ ആവശ്യം വരുമ്പം
ഓപ്പൺ ചെയ്താൽ മതി. ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പമ്പ് ഓൺ ആക്കേണ്ടതുണ്ട്. അപ്പോൾ പമ്പ് ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കുക. സ്വിച്ച് ഓൺ ആക്കി ഈ വാൽവുകളെല്ലാം ക്ലോസ്ഡ് പൊസിഷനാണെന്നുള്ള നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 20യുടെ മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ വാൽവ് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പം ഈ 20 സെൻറ്റിമീറ്ററിൻ്റെ വാൽവിൽ ഉള്ള റോട്ടിൻ്റെ ഇൻലെറ്റിലെ വാൽവും മാത്രം ഓപ്പൺ ചെയ്യുക. ഇത് രണ്ടും ഓപ്പൺ ചെയ്ത് നേരെ ഇത് രണ്ടിൻ്റെ ഡിവൈസിൻ്റെ വരുന്നതാണ്. മാനോമീറ്ററിലേക്ക് പോകുന്ന ഈ വാൽവും ഓപ്പൺ ആണെന്നുള്ളത് കൺഫേം ചെയ്യുക. ദെൻ ആ സമയത്ത് നമുക്ക് മാനോമീറ്ററിനകത്ത് ഡിഫ്ലക്ഷൻ കിട്ടും. നമ്മൾ എക്സ്പെരിമെൻ്റ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എക്സ്പെരിമെൻ്റ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എവിടെ ഒരു പമ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. പമ്പിൻ്റെ സ്വിച്ച് ഇവിടെയുണ്ട്. പമ്പ് ആദ്യം ഓൺ ആക്കുക. ഓൺ ആക്കി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ 20 ആണെന്ന് പറഞ്ഞ് 20യുടെ വാൽവ് ഓൺ ആക്കുന്നു. 20യുടെ ബാക്കി ഓറിഫേസ് മീറ്ററിൻ്റെ ഇൻലെറ്റിലും ഓറിഫേസിലുമുള്ള വാൽവുകൾ ഓപ്പൺ ചെയ്യുന്നു. മാനോമീറ്ററിലേക്ക് പ്രഷർ പോകാനുള്ള ഈ 2 വാൽവുകളും ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 20 എടുത്തിരിക്കുന്നതുകൊണ്ട് ഈ 2 വാൽവ്, 25 ആണെന്നുണ്ടെങ്കിൽ ഈ 2 വാൽവാണ് ഓപ്പൺ ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പെരിമെൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം പമ്പ് ഓൺ ചെയ്യുന്നു. പമ്പ് ഓൺ ചെയ്തു. അപ്പോൾ വാൽവുകളെല്ലാം ക്ലോസ്ഡ് പൊസിഷനിലാണ്. നമ്മുടെ ടാങ്കിലേക്കൊന്നും വെള്ളമൊന്നും വീഴുന്നില്ല. അപ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഇൻലെറ്റ് വാൽവ് അതൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഇത് ഫുള്ളി ഓപ്പൺ കണ്ടീഷൻ ടു നിയർലി ക്ലോസ്ഡ് കണ്ടീഷൻ വരെ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടത്തക്ക രീതിയിൽ, ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ ദ മാനോമീറ്റർ കിട്ടത്തക്ക രീതിയിലുള്ള റീഡിങ്സ് ആണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ 20യുടെ ഈ 2 വാൽവ് ഓപ്പൺ ചെയ്തു. ഇവിടെ മാനോമീറ്ററിലേക്ക് ഡിഫ്ലക്ഷൻ പോകാനുള്ള ഈ 2 വാൽവും ഓപ്പൺ ചെയ്തു. ഈ സമയത്ത് നമുക്ക് ഇവിടെ മാനോമീറ്ററിനകത്ത് ഡിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ വാൽവ് അഡ്ജസ്റ്റ് ചെയ്തതനുസരിച്ച് ആ ഡിഫ്ലക്ഷൻ കൂടി വരുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, ഡിഫ്ലക്ഷൻ മാനോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എടുക്കേണ്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും ഉള്ള റീഡിങ്സ് ആണ്. അത് എച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് H1 H2, അതായത് ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും H1ഉം H2ഉം. H2 - H1 ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലിംബ്സ് ഓഫ് ദ മാനോമീറ്റർ. അത് എച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് എടുക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഈ വാല്യൂ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് ലിംബും ലെഫ്റ്റ് ലിംബും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വാൽവ് അതൊക്കെ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്റ്റോപ്പാച്ച് എടുത്ത് ഇതിനകത്തുള്ള വാട്ടർ ലെവൽ വാട്ടറിൻ്റെ ലെവൽ റേസ് ചെയ്ത് വരുന്നത് നമുക്ക് ഇതിനകത്ത് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് 18 ആയപ്പോൾ സ്റ്റോപ്പാച്ച് ഓൺ ചെയ്തു. 5 സെൻറ്റിമീറ്ററിനുള്ള ഡിഫ്ലക്ഷനാണ്. ദാറ്റ് ഈസ് 23 ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പാച്ച് ഓഫ് ചെയ്തു. ദാറ്റ് ഈസ് 6.87. റീഡിങ് എടുത്തു കഴിയുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ അടുത്ത സെറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും വാൽവ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ലെവലിൽ മാനോമീറ്ററിൻ്റെ റീഡിങ് വരുന്നു. അപ്പോൾ ഇവിടുത്തെ റീഡിങ് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് ദാറ്റ് ഈസ് ഇൻ 56 ആൻഡ് 34. സോ 56 - 34, ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാനോമീറ്റർ ലിംബ്സ്. അത് നമ്മൾ നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വാൽവ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ 5 സെൻറ്റിമീറ്റർ റൈസ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ റൈസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വാല്യൂന്ന് സ്റ്റാർട്ട് ചെയ്ത് 5 സെൻറ്റിമീറ്റർ റൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ റീഡിംഗ് സ്റ്റോപ്പാച്ച് ഉപയോഗിച്ച് നോട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സ് ഇപ്പം മാനോമീറ്റർ വേറൊരു ലെവൽ കിട്ടുന്നൊക്കെ രീതിയിൽ വാൽവ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പല ലെവലിൽ 6 സെറ്റ് റീഡിംഗ് ആണ് വേണ്ടതെങ്കിൽ 6 ഡിഫറെൻറ്റ് ലെവലിൽ ഉള്ള മാനോമീറ്റർ റീഡിംഗ് എടുക്കുന്നു. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ ഡിസ്ചാർജിന് വേണ്ടിയിട്ടുള്ള AX/T X സെൻറ്റിമീറ്റർ റൈസ്, ദാറ്റ് ഈസ് 5 സെൻറ്റിമീറ്റർ റൈസ് ഓഫ് വാട്ടർ ഇൻ ദ കളക്ടിംഗ് ടാങ്കിനുള്ള T ടൈം സ്റ്റോപ്പാച്ച് ഉപയോഗിച്ച് നോട്ട് ചെയ്യുന്നു. ലാസ്റ്റ് എക്സ്പെരിമെൻ്റ് തീരുന്ന കഴിയുമ്പോഴത്തേക്കും വാൽവുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഓൺ ചെയ്ത് വെച്ചിരുന്ന വാൽവുകളും ഇവിടെ മാനോമീറ്ററിലേക്കുള്ള വാൽവുകളും അതുപോലെ തന്നെ നമ്മൾ 20 സെൻറ്റിമീറ്ററിന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന വാൽവുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. എല്ലാ വാൽവുകളും ക്ലോസ് ചെയ്ത് പമ്പ് ഓഫ് ചെയ്യുന്നു.